ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പച്ചി എന്തൊക്കെ പറഞ്ഞാലും മനോജിനെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹ ബന്ധത്തിന് ഞാൻ തയ്യാറല്ല. അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞു വന്നതേ, സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമാണെങ്കിൽ മറ്റൊരു വിവാഹ ബന്ധത്തിന് എനിക്ക് തയ്യാറാവേണ്ടി വരും. കരുണാകരക്കുറുപ്പിന്റെ അന്തസ്സിന് ചേർന്നൊരു മരുമകനെ എനിക്ക് അപ്പച്ചി കണ്ടെത്തേണ്ടി വരും. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ പോലും അനുവാദമില്ലാത്തൊരു ശപിക്കപ്പെട്ട ജീവിതം. മടുത്തു എനിക്ക്. ഹരിതേ, അവനവൻ കഴിച്ച എച്ചിൽ പാത്രം അവനവൻ തന്നെ കഴുകണമെന്നേ സുചിത്രടുത്ത് പറഞ്ഞോളൂ. അതിനാണല്ലോ ഹരിത വഴക്കിട്ട് പിണങ്ങി പോന്നത്. ഓ ഹരിതേ, നോക്ക്, നിന്നോട് വഴക്കിട്ടതില് സുചിത്രടുത്തേക്ക് നല്ല വിഷമമുണ്ട്. 1000 തവണ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാനും എടുത്തി ഒരുക്കോ. എടുത്തിട്ട് നല്ല മനസ്സിനെ മാനിച്ചെങ്കിലും നീ വീട്ടിലേക്ക് പോണം. മതി. ആരുടെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. ആരുടെയും കളിപ്പാവയാവാൻ ഇനി ഹരിതയെ കിട്ടുമെന്ന് കരുതണ്ട. അങ്ങനെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിക്കടി. മാധവന്റെ കുടുംബം കൂട്ടത്തോടെ വന്ന് നിന്റെ കാല് പിടിച്ചിട്ട് മതി നീ ഇനി എങ്ങോട്ടും ചലിക്കാൻ. ദേ, നിന്റെ പിന്നിൽ അപ്പച്ചയുണ്ടടി. നന്നായി മോളെ, ആ നശൂലത്തെ കണ്ടപ്പോ നീ പ്ലേറ്റ് തിരിച്ചുവിട്ടത് നന്നായി. ആരുടെ മുന്നിൽ താന്നു കൊടുത്താലും ആ വന്ദനയുടെ മുമ്പിൽ താന്നു കൊടുക്കരുത്. അല്ല, ഇനി എന്താ നിന്റെ പരിപാടി? ഒരെത്തും വീടിയും കിട്ടുന്നില്ല അപ്പച്ചി. എന്തായാലും ഇനി മനോജിന്റെ വീട്ടിലേക്ക് പോകുന്ന പ്രശ്നമില്ല. മോളെ, നീ പറഞ്ഞെല്ലാം ഞാൻ കേട്ടു. ഉടനെ ഒന്നും നീ മനോജിന്റെ വീട്ടിലേക്ക് പോകണ്ട. നീ ഒരു കാര്യം ചെയ്യ്, മനോജിനെ ഒന്ന് വിളിക്ക്. എന്നിട്ട് എത്രയും പെട്ടെന്ന് എന്നെ ഒന്നൊന്ന് കാണാൻ പറ. മനോജ് എന്തിനാ അച്ഛനും ഒന്ന് കാണുന്നത്? അതെ, മനോജിന് ഇനിയും ഒരു ഭർത്താവിൻ്റെതായ ഉത്തരവാദിത്വ ബോധം ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും അവൻ പിള്ളേര് കളിച്ച് കിടക്കുക. ജീവിതം മുന്നോട്ടു പോകണമെങ്കിൽ കെട്ടുറപ്പുള്ള ഒരു കുടുംബ ജീവിതം ഉണ്ടാവണം. ഈ മനോജാണെങ്കിൽ ഒരു ഭൂലോക ഉഴപ്പനുമാ. ഇനിയിപ്പോ ഉത്തരവാദിത്തങ്ങൾ അവൻ ഏറ്റെടുക്കണം. മാനത്തെ കൊട്ടാ